കുഞ്ഞു മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. തൊണ്ടയിൽ ആഹാരം കുടുങ്ങി മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അറിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് നെടുമങ്ങാട് പോയി അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് അഡ്വക്കേറ്റിനെ കൊണ്ട് തന്നെ പരാതി തയ്യാറാക്കി ഡിവൈഎസ്പിക്കും നെടുമങ്ങാട് ഡിവൈഎസ്പിക്കും സർക്കിളിനും അതുപോലെ ഇമെയിൽ മുഖേന DGPക്കും ഇത് ഇമെയിൽ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. അവിടെ മോർച്ചറിൽ കണ്ട രംഗം എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുഞ്ഞിനെ കണ്ടത്. അദ്ദേഹം ആഹാരം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചെന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ ദേഹത്ത് ഒരുപാട് മുറിപ്പാടുകളും പൊള്ളലേറ്റ പാടുകളും ഉണ്ടായിരുന്നു. അപ്പോ അത് തന്നെ കണ്ടപ്പോൾ തന്നെ ആര് കണ്ടാലും പറയാം അത് കൊലപാതകമാണെന്ന്. അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ രീതിയിലായിരുന്നു കുഞ്ഞിനെ അവിടെ കാണാനിടയായത്. അന്ന് ആണ് ഈ കുഞ്ഞിനെ എന്റെ മകന്റെ മരണത്തിന് ശേഷം കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുന്നതും ഈ ചേതനയേറ്റ ശരീരമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് തരാം. ഞാൻ ഈ കുഞ്ഞിന് 2-3 മാസം കൊണ്ട് ഞാനിത് ഇതിന്റെ അഖിലയുടെ പുറകെ ഇത് നമ്മുടെ മാമനുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ഇടപെട്ട് കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ വളർത്തിക്കൊള്ളാം എന്നുള്ള രീതിയിൽ തിരിച്ചു വാങ്ങാനായിട്ട് ചെന്നപ്പോൾ ഇന്നലെ ചേതനയേറ്റ ശരീരമാണ്. കുഞ്ഞിന്റെ കൈ ഒടിയുന്ന സംഭവം ഈ വിഷയമായി സംബന്ധമായിട്ടാണ് ഞാൻ ഇത് അറിയുന്നത്. ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നൊരു കുട്ടിയാണ് ഈ അഖില. ആ അഖിലെ കൊണ്ടുപോകുന്ന ടീച്ചറാണ് ഇതിന് ആദ്യമായിട്ട് എന്റെ അടുത്ത് ഈ കുഞ്ഞിന് അമ്മത്തൊട്ട് ഏൽപ്പിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. അന്നു മുതൽ ഞാൻ ഇതിന്റെ പുറകെയാണ്. പക്ഷെ ഇതിനകത്തൊരു സംശയം എന്ന് പറയുന്നത് ഈ ടീച്ചറും ഈ അസ്കറും തമ്മിൽ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് അറിയില്ല. അതിനുശേഷം ഇതേവരെ ഈ ടീച്ചർ എന്നെ വിളിക്കുകയോ ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടന്നിട്ട് ആ ടീച്ചർ രംഗത്ത് വരികയോ ചെയ്തിട്ടില്ല. ഇതിനു വേണ്ടിയിട്ട് ഒരു വാക്കുപോലും അവർ ഇതേവരെ എന്നെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഈ നീക്കങ്ങളിലും എനിക്ക് സംശയമുണ്ട്.